നമ്മുടെ നാട്ടിൽ ഈ തെരുവുപട്ടികളൊക്കെ തല്ലിക്കൊല്ലാനും ഒക്കെ എന്തൊരു ബഹളമാണ്. ആ, തെരുവുപട്ടികളെ തല്ലിക്കൊന്നാൽ തീരാവുന്ന പ്രശ്നമുള്ള തെരുവുപട്ടികൾ കടിച്ചു കൊന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മറുവശത്ത് വേറെ ചില വസ്തുക്കൾ ഉപയോഗിച്ച് അതിലും വലിയ കൊലപാതകങ്ങളൊക്കെ നടത്താൻ ചെറിയ കുട്ടികൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പട്ടിയെ ഇങ്ങനെ തല്ലിക്കൊല്ലുമ്പോൾ അതൊരു ക്രൂരതയാണ്. അന്നൊക്കെ നമ്മളിതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് എന്തൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ തെരുവുപട്ടി, ഒരുപാട് തെരുവുപട്ടികളുണ്ട്. തെരുവുപട്ടികളെ ട്രെയിൻ ചെയ്യണം. ഒന്ന്, എല്ലാവരും നല്ലപോലെ ബിഹേവ് ചെയ്യാൻ അവർ പഠിക്കും. പിന്നെ പെട്ടെന്നൊരു അലർച്ച കേട്ടാൽ എല്ലാവരുടെ കുറച്ചുകൊണ്ട് ഓടിച്ച് ആ സ്പോട്ടിൽ ചെല്ലണം. എന്നിട്ട് അവിടെ ആരെങ്കിലും അക്രമം നടക്കുകയാണെങ്കിൽ ആക്രമിക്കുന്നവരെ കടിക്കേണ്ടി വരും, കടിച്ചു മാറ്റും. മനസ്സിലായി? അറ്റാക്ക് ചെയ്യും, അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും തിരിച്ച്. കത്തിയൊക്കെ വെച്ച് കുത്താൻ നിൽക്കുന്നവരുടെ കത്തി കടിച്ച് പറിക്കുന്ന ട്രെയിനിങ്. മാല പറിച്ചുകൊണ്ട് ഓടുന്നവനെ കടിച്ച് പറിച്ച് താഴെയിട്ട് അറസ്റ്റ് ചെയ്യുന്ന ട്രെയിനിങ്. ഇതൊക്കെ നാടൻപട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും ബഹളം കേട്ടാൽ, ഒരു വീട്ടിലൊരു കൊച്ചിനെ തല്ലുന്നു, കൊച്ചു കരയുന്നത് കേട്ടാൽ വീടിന് ചുറ്റും നിന്ന് കുരച്ച് നാട്ടുകാരെ അറിയിക്കും. ഒരുപാട് ഈ പട്ടികൾക്ക് ഇതിനകത്തൊരു ഒന്ന് രണ്ട് പട്ടികളുടെ ദേഹത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യാമറയോ അങ്ങനെയുള്ള വല്ല പരിപാടികൾ സെറ്റ് ചെയ്താൽ അതും കണ്ടുകൊണ്ടിരിക്കാം. അല്ല വേണ്ട, എന്തെങ്കിലും ഒരു സെൻസർ പോലത്തെ എന്തെങ്കിലും സാധനം മതി. പോലീസിനപ്പം തന്നെ വിവരം കിട്ടണം, അല്ലേ? ഒരു പട്ടിയെ ട്രെയിൻ ചെയ്താൽ അതൊരു 10 വർഷം ജീവിച്ചിരിക്കുകയെന്ന് കരുതുക. 10 വർഷം അത് ഈ തൊഴിൽ കൃത്യമായിട്ട് ചെയ്യും. മനുഷ്യരെ പോലല്ല, വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും ട്രെയിൻ ചെയ്ത് കുറേ പട്ടികളെ എടുത്ത് നമ്മൾ ഈ തെരുവുപട്ടികളൊക്കെ ട്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ വിചാരിക്കുക കേരളം മുഴുവനും ശമ്പളം കൊടുക്കണ്ട, കുറച്ച് ഫുഡ് കൊടുത്താൽ മതി. അതൊക്കെ കൊടുക്കേണ്ട രീതികളുണ്ട്. വിഷം കൊടുക്കാതിരിക്കാൻ നോക്കണം. ഇവർക്ക് അസംബ്ലി പോയിൻറ്റ്സ് കാണും. അതായത് പബ്ലിക് ഈ കൂടുതൽ ഇടപെടുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിന്നെ ഏതെങ്കിലും ഗ്യാതറിങ്, ഇപ്പോൾ സ്റ്റേഡിയം, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ്, മറ്റേ തിരുവനന്തപുരത്ത് മാനവീയ വീതി, അങ്ങനെയൊക്കെയുള്ള പല കൊട്ടാരങ്ങൾ, നൈറ്റ് ലൈഫുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ ട്രെയിനിങ്. ഇനി പകലാണെങ്കിലും ഇവർ 24 hours ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ക്യാമറയിൽ കൂടെ കാണും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ഓൺ ദ സ്പോട്ട് ആക്ഷൻ എടുക്കുന്നവരാണ്. ശബ്ദം കൂടെ അവർക്ക് കേൾക്കാം. ക്യാമറയ്ക്കകത്ത് ഇപ്പോൾ ഒരു ശബ്ദം കൊണ്ട് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടോട്ട് ഒരാളെത്തുന്ന സൈസൊന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ ഒരു CCTV വിഷ്വൽ കിട്ടിയാലും ക്രൈം നടന്നു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തൊക്കെ അത് യൂസ്ഫുൾ ആകത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അറ്റാക്ക് ചെയ്യുന്നവരെ തിരിച്ചറ്റാക്ക് ചെയ്യും, കള്ളനെ പിടിക്കും. പിന്നെ ഇവരുടെ അസംബ്ലി പോയിൻറ്റ്സിലൊക്കെ കിടക്കാവും. അവിടെ ഒരു ക്യാമറ മോണിറ്റർ ചെയ്യണം ഇവരെ ഉപദ്രവിക്കാതിരിക്കാൻ. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലും പോലീസ് ആക്ഷൻ എടുക്കും. പോലീസ് നായ്ക്കളാണ്, അല്ലാതെ വെറും തെരുവ് നായ്ക്കളെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലാനോ അതുങ്ങളെ അറ്റാക്ക് ചെയ്യാനോ അതുങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ആർക്കും പറ്റത്തില്ല. കാരണം ഗവൺമെൻറ് ജീവനക്കാരാണ്. എല്ലാ പട്ടികൾക്കും ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബർത്തും കൺട്രോൾ ചെയ്യണം. പിന്നെ ഇതേ സ്പോട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഒത്തിരി പേര് ഡൊണേറ്റ് ചെയ്യും പട്ടികളെ. ജർമ്മൻ ഷെപ്പേർഡും ഡോബർമാനും ഈ പറഞ്ഞ പോലെ മറ്റേ ഗ്രേറ്റ്, ഇതിനെയൊന്നും അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല, റോഡ് വീലറിനെ ഒന്നും. അത് ട്രെയിൻ ചെയ്താൽ നടക്കും. ഇവരെ കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എല്ലാത്തിൻ്റെ പോലീസ് നായ്ക്കളായിട്ട് ഇരിക്കുന്നൊരു പോലീസിനെ കൂടെ നടക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പല്ലേ അടുത്തൊരു 10 വർഷത്തേക്ക് ഈ തൊഴിലാളികൾ 365 ദിവസവും 24 മണിക്കൂറും ഫുൾ ഓൺ, ഫുൾ പവർ, ഫുൾ പ്രൊട്ടക്ഷൻ ആൻഡ് ഫുൾ ആക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ രാത്രി ഇറങ്ങി നടക്കാം, കുട്ടികൾക്ക് ഇറങ്ങി നടക്കാം, ട്രാഫിക് വരെ ഇവന്മാർ കൺട്രോൾ ചെയ്യും. തമാശല്ല, മനുഷ്യനൊക്കെ ബെറ്ററാണ്. പിന്നെ കൈക്കൂലി കൊടുത്തൊന്നും അവരെ ഒതുക്കാൻ പറ്റത്തില്ല. അവർ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 100% പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ ജീവിയുടെ പ്രത്യേകത അതാണ്. പിന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ കഴുകൻ. കഴുകനെയും ട്രെയിനിങ് കൊടുത്ത് മറ്റേ ഡ്രോൺ പോലെ പറന്ന് ഇവിടെ ചില ടൈപ്പ് ഓഫ് എന്തെങ്കിലും ആരെങ്കിലും ഫോളോ ചെയ്യണമെങ്കിലോ അല്ലേ, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് ഓടണമെങ്കിലോ എന്തെങ്കിലും കൈമാറ്റം നടക്കുന്ന കണ്ടാൽ പരുന്തിന് മനസ്സിലായി പരുന്ത് വന്നത് തട്ടിപ്പറിക്കുന്നു. മനസ്സിലായില്ലേ?
അവർ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും, ഇങ്ങനെ എന്തെങ്കിലും അനക്കം ഉണ്ടോ. അത് വലിയ നിർബന്ധമില്ല കേട്ടോ, ഞാൻ ചുമ്മാ കയറ്റി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പട്ടി തന്നെ അധികമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പട്ടികൾ വളരെ ഫ്രണ്ട്ലിയുമാണ്, അവർ നോക്കിക്കോളും, ആരെയും കടിക്കത്തില്ല. ആവശ്യമില്ലാത്തപ്പോൾ ആ പട്ടിയുടെ കടിയുടെ പ്രശ്നം തീർന്നു, മനുഷ്യന് സംരക്ഷണമായി. ശരിക്കും പട്ടിയുടെ യൂസ് അതാണ്, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ പോയതാ. ഇന്നും അങ്ങ് ട്രെയിനിങ് കൊടുക്കുകയൊന്നും വേണ്ട പട്ടിക്ക്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പട്ടി കുഞ്ഞുങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. കിട്ടുന്നതിനെ ട്രെയിൻ ചെയ്ത് വളർത്തുക, ഓരോ ഏരിയ ഇവരെ ഏൽപ്പിക്കുക. മറ്റു പട്ടികൾ അവിടെ കാണുക, നിങ്ങളെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതുങ്ങൾ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യത്തില്ലേ? നല്ലതല്ലേ അതൊക്കെ? എന്തോ ഒരു ആഹാരം മാത്രം കൊടുത്താൽ മതി, പെൻഷൻ വേണ്ട, സാലറി വേണ്ട, ഇൻക്രിമെൻ്റ് വേണ്ട, സമരം ചെയ്യത്തില്ല, കൈക്കൂലി മേടിക്കത്തില്ല, ഏൽപ്പിച്ച പണി മാത്രമേ ചെയ്യത്തുള്ളൂ, കൃത്യമായിട്ട് ചെയ്യും, അന്തസ്സായിട്ട് ചെയ്യും. വിശ്വസിക്കാം നമുക്ക്. എവിടെ നിന്നൊരു പെങ്കൊച്ചലറിയാലോ, കുട്ടികളലറിയാലോ, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അവിടെ ഓടിയെത്തി അവരുടെ ചുറ്റും നിന്ന് ആക്രമിക്കുന്നവന് നേരെ ഞങ്ങൾ ആക്രമിക്കും, കടിക്കും എന്ന് വാണിംഗ് കൊടുത്തതിന് ശേഷവും ആക്രമിച്ചാൽ മാത്രം തിരിച്ചു കടിക്കുന്ന തരം ട്രെയിനിങ്ങുള്ള നായ്ക്കളുണ്ടെങ്കിൽ പിന്നെ അതുമല്ല, ഇനി അയാളെ കടിച്ചു പറിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസുകാരാണല്ലോ അത് ഏറ്റെടുക്കുന്നത്. അവർക്ക് അപ്പം തന്നെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുക. അല്ലാതെ തന്നെ ഈ പട്ടിക്കൊന്നും ഒരു പ്രശ്നമുള്ള പട്ടികളായിരിക്കത്തില്ല, ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടിയ പട്ടികളാണ്, വലിയ അപകടമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം നടക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഇപ്പം ഈ പട്ടികൾ കടിച്ചു കൊന്നു, വിഷബാധ പടരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം എല്ലാം പരിഹരിച്ചു. ആഹാരത്തിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ പോലീസുകാർക്ക് ഫീഡ് ചെയ്യുന്ന പോലെ തന്നെ ശമ്പളമെന്ന് കൂട്ടിയാൽ മതി. അത് അവരുടെ ശമ്പളം എന്ന് പറയുന്നത് ഒരു നേരം ആഹാരം മാത്രം. നല്ല ആഹാരമൊക്കെ കൊടുക്കണം. പിന്നെ ഇതിനെന്തെങ്കിലും അസുഖം വരുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്ക് വെറ്റിനറി ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യണം. ഈ ട്രെയിനേഴ്സ് എല്ലായിടത്തും അപ്പോൾ ഒരു ജോലിയായി അവർക്ക്. അവരിടയ്ക്കിടയ്ക്കൊക്കെ ഈ പട്ടികളെ മോണിറ്റർ ചെയ്യും, അവരെപ്പോഴും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു സ്കൂട്ടറോ എല്ലാം കൊടുത്താൽ മതി, പട്ടി സ്നേഹികളായ എല്ലാവരും അതിനെ നല്ലപോലെ നോക്കിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് അത് നിങ്ങൾക്ക് വേറെ കൂടുതൽ ട്രെയിനിങ് വേണോ എന്നൊക്കെ അവർ നോക്കിക്കോളും. വീണ്ടും ഏതെങ്കിലും രീതിയിലൊക്കെ മനുഷ്യരെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനത്തെ പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ചിലവൊന്നുമില്ല, ഇതിന് ഭയങ്കര ചിലവുണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത്. ഈ പട്ടികളെ ഇങ്ങനെ വളർത്തിയ ചിലവ് ഒട്ടുമില്ല, 0 ആണ്. പക്ഷേ എങ്കിൽ പോലും കുറച്ച് പൈസ ചിലവാകുമെങ്കിലും അത് ഓഫർ ചെയ്യുന്ന ആ സെക്യൂരിറ്റിയും നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക ഫ്രീഡവും എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എന്തോരം പൈസ കൊടുത്താൽ കിട്ടും ഇത്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ അത് പറയണം. ഇതിന് പകരമായിട്ട് ഇത്രയും ചീപ്പായിട്ട് നമുക്കെല്ലാവർക്കും വളരെ സ്വാതന്ത്ര്യത്തിൽ ഇറങ്ങി നടക്കാം, ഞങ്ങളുണ്ട് കാവൽ. അവരെ കൊന്നിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു ജീവിയാണ്. ഏറ്റവും കൂടുതൽ വിശ്വസിക്കാനും പറ്റും. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അല്ലേ? ഭയങ്കര ഈസിയാണ്. അയ്യോ, എനിക്കത് ആലോചിച്ചിട്ട് തന്നെ എന്ത് രസമായിരിക്കും എന്നറിയോ. ഒരു രാജ്യവും ചെയ്തിട്ടില്ല, കേരളത്തിൽ പറ്റും. അതിനൊരു ചെറിയ ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ആദ്യം നമുക്ക് പരീക്ഷിക്കാമല്ലോ, ഒരു ഏരിയ മാത്രം പരീക്ഷിക്കാം. മാനവീയവും മറൈൻ ഡ്രൈവും, കലൂർ സ്റ്റേഡിയം, കോഴിക്കോട് മറ്റേ ബീച്ച്, മുഴുപ്പിലങ്ങാടി ബീച്ച്, കോവളം, പിന്നെ വലിയ വലിയ ടൗണുകളിലൊക്കെ ട്രാൻസ്ഫർ സ്റ്റാൻഡ്, തൃശ്ശൂർ ഇത് തന്നെ, പിന്നെ ട്രാൻസ്ഫർ സ്റ്റാൻഡുകളിലൊക്കെ പരീക്ഷിക്കാം. അതാത് സ്ഥലങ്ങളിലുള്ള ട്രെയിനർമാരെ സെലക്ട് ചെയ്യുക. അവർക്ക് പട്ടികളെ, തെരുവുപട്ടികളെ പ്രസവിക്കുന്നത് അറിയാമല്ലോ, അതിനെല്ലാം കൃത്യമായിട്ട് എടുത്തുകൊണ്ട് വരിക. കുഞ്ഞുങ്ങളെ ഒരു പരിവാകുമ്പോഴത്തേക്കും എടുത്ത് വളർത്തുക. അല്ല, അത് ഉറപ്പായിട്ടും വേണമല്ലോ. ബഡ്ജറ്റ് എന്താണെന്ന് വേണമല്ലോ, അതുണ്ടാവും. അവരുടെ ഒരു അവർക്കൊരു ജോലിയാണ് ശരിക്കും. അവരെ പോലീസ് എടുത്തതിന് തുല്യമാണ് ട്രെയിനർ എന്ന് പറഞ്ഞു. പട്ടിനെ ട്രെയിൻ ചെയ്ത് പ്രത്യേക ഒരു രീതി പറയുന്നു. പോലീസ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ പട്ടിയെ ട്രെയിൻ ചെയ്ത് പട്ടിയെ കൊണ്ടു കൊടുത്താൽ ഇല്ലില്ല, അങ്ങനെ വരത്തില്ല. അങ്ങനല്ല പേ ചെയ്ത് ഒരിടത്തും കൊടുക്കലില്ല.
അത് ഈ പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഈ ഡോഗ് ട്രെയിനേഴ്സിന്റെ തന്നെ എല്ലാവരുടെയും പണി അതാ. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അവരെ മോണിറ്റർ ചെയ്യാം, പോലീസിന് വേണ്ടി ജോലി ചെയ്യാം. പോലീസിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് ഇത്രയും മതി. എന്തെങ്കിലും വേളം കേൾക്കുക, അല്ലെങ്കിൽ ഓടി ചെന്ന് കുറയ്ക്കണം, അറ്റാക്ക് നടന്നാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. അത്രയും നമുക്ക് ആദ്യം കുറച്ച് സ്ഥലത്ത് പരീക്ഷിക്കാമല്ലോ ഇത് വർക്കാവുമെന്ന്. അതിന് എത്ര വർഷത്തെ ഒരു ഇത് വേണമെന്ന് വെച്ചാൽ വെറും 6 മാസത്തെ പരിപാടിയേ ഉള്ളൂ. 6 മാസം കൊണ്ട് ഈ പട്ടി പഠിക്കും. പട്ടികളെ ഗ്രൂപ്പായിട്ട് പഠിപ്പിച്ച് മോക്ക് ഡ്രിൽസും ഒക്കെ നടത്തി പിന്നെ അഥവാ അത് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ചെന്ന് ചുമ്മാ ചെയ്ത് നോക്കണം, അലറി നോക്കണം, പട്ടി വരുന്നുണ്ടോ, എന്തെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പട്ടി 100% വരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം വേണ്ട. വേണേൽ ഇടയ്ക്കൊക്കെ ഓരോ ഒന്ന് ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും. ഇവർ മറന്നു പോയോ, ഉഴപ്പാണോ, എപ്പോഴും ഇത് സംഭവിക്കുന്നില്ല. അപ്പോൾ പട്ടി മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് പോയി ഇവർ നോക്കണം. ഇത് എല്ലാ ദിവസവും ചിലപ്പോൾ അയാൾ പോകേണ്ടി വരും. അയാൾ വെറുതെ വേറെ എന്താ പണി? ഇതിൻ്റെ ഫുഡ് പ്ലസ് അപ്ഡേഷൻ അല്ലേ? അവരിങ്ങനെ എന്നും അലേർട്ടായിരിക്കണം. അതിന് വേണ്ടുന്ന പണികൾ അയാൾക്കൊരു തൊഴിലായിട്ട് കൊടുക്കുക. ആ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ക്രൈംസ് കുറഞ്ഞത് കൊണ്ടുള്ള ഗുണങ്ങൾ, പിന്നെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ പട്ടിയാകുമ്പോൾ വേറെ പ്രത്യേകതകളുണ്ട്. വലിയൊരു സാധനം പറയാം, ഏറ്റവും കിടിലൻ ഈ MDMA കഞ്ചാവ് ഒന്നും നടക്കത്തില്ല. കാരണം മണമാണ്. പട്ടി മണത്ത് പിടിക്കും, തീർന്നു. നടക്കത്തില്ല, പരിപാടി നടക്കത്തില്ല. അവർ കാറേറ്റു കാർ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെ ബൈക്കേൽ ഓടിച്ചു പോകാം. പക്ഷെ റോഡിൽ നിന്നുള്ള കച്ചവടം അല്ലേ, ഇതുമായിട്ട് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടപ്പ്, ഇതൊന്നും നടക്കത്തില്ല. പട്ടിയുടെ അടുത്തൂടെ പാസ് ചെയ്ത് അല്ലെ പട്ടി എവിടെ നിന്നെങ്കിലും മണം അടിച്ചെന്ന് സംശയം തോന്നി, ഇതേടാ അവനെ കണ്ടിട്ട് മുടിയും താടിയും വളർത്തിയേക്കുന്നവൻ, അവനെ ഒന്ന് മണത്തിട്ട് വരാം. അല്ല, അടിച്ചവരെ പോലും പട്ടിക്ക് മനസ്സിലാവുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ചാക്ക് കൊണ്ടിട്ടു, അത് പട്ടി കണ്ടാൽ അപ്പം പിടിക്കും. പട്ടി പിടിക്കും അത്. പക്ഷേ പട്ടി എപ്പോഴും കറക്കത്തിലുമാണ്, ഒരിടത്ത് നിൽക്കുമല്ല. പട്ടി അങ്ങനെ കിടക്കുന്ന ചെയ്യുക. അതുങ്ങളെ ഇങ്ങനെ റൗണ്ട് അടിക്കാൻ പഠിപ്പിക്കണം, എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് അങ്ങനത്തെ ട്രെയിനിങ് ഉണ്ടാവും. അല്ലേ പിന്നെ പ്രത്യേക കമാൻഡ്, ഈ പറഞ്ഞ ആൾ വന്നൊരു വിസിലടിക്കുക, അതിൽ ചെയ്ത് അതുങ്ങൾ റൗണ്ട് ചുറ്റി നോക്കും, മണത്ത് നോക്കും, ചാക്കയെ നോക്കും, എല്ലാം നോക്കിയിട്ട് തിരിച്ചു വരും. അല്ലേ? പ്രശ്നമുള്ളതായിട്ട് തോന്നുന്ന എന്ത് കണ്ടാലും അവർ കുരയ്ക്കും. നല്ലതല്ലേ? എവിടെ നിൽക്കാൻ പറ്റും? പിന്നെ കുറേ ക്യാമറ വേണ്ടി വരും, കാരണം പട്ടികളെ കൊല്ലാതിരിക്കാൻ വേണ്ടി മാത്രം. ആ ഓരോ ജംഗ്ഷനിലും ആ ക്യാമറ എന്ന് പറയുന്നത് അവരുടെ അസംബ്ലി പോയിന്റ് ആയിരിക്കും. അഥവാ ഏതെങ്കിലും വിക്ടിം അല്ല ഒരു റെസ്ക്യൂ നടന്നു കഴിഞ്ഞാൽ പോലും അങ്ങോട്ട് ഓടി അവരവിടെ കൊണ്ട് നിർത്തണം. അത് ഈ നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവും. അവർക്ക് ഓരോ ആൾക്കാർ എന്തിനും തോന്നിയാൽ പോലും വെറുതെ പേടിച്ചിട്ടാണല്ലോ അതിൻ്റെ കീഴിലേ വന്ന് നിൽക്കത്തുള്ളൂ. അല്ലേ? ആ പോസ്റ്റേൽ നിന്ന് ഉള്ള ക്യാമറ ഈ കൺട്രോൾ റൂമിൽ കാണുമ്പോൾ മനസ്സിലാവണം. അതാത് പോലീസ് സ്റ്റേഷനിൽ കാണണം. ആ ഒറ്റ പോലീസ് സ്റ്റേഷനിൽ 16 സ്ക്രീൻ കൊടുത്താൽ മതി. ഓരോ പോലീസ് സ്റ്റേഷനിലും അവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കണം, ഇത് മോണിറ്റർ ചെയ്യണം. അലാം അടിക്കും. പട്ടികൾ കുറേ കുരച്ച് കഴിഞ്ഞാൽ ഒരു അലാം വരും. അത്രയല്ലേ ഉള്ളൂ. അതിനെന്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ? 10 വർഷത്തേക്കല്ലേ. അതിനിടയ്ക്ക് പുതിയ പുതിയ പട്ടികളെയും ട്രെയിൻ ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കും. ബർത്ത് കൺട്രോൾ നടന്നു കഴിഞ്ഞാൽ തന്നെ പിന്നൊന്നും പേടിക്കണ്ട. ഒരിക്കലും ആൺപട്ടിയെ വന്ധീകരിക്കരുത്. പെൺപട്ടികളുടെ യൂട്രസ് എടുത്ത് കളയുന്ന പരിപാടിയെ ചെയ്യാവൂ. ആൺപട്ടികളെ വന്ധീകരിച്ച് കഴിഞ്ഞാൽ അവരുടെ ശൗര്യം പോകും. അവരെ നമുക്ക് ഈ തരത്തിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം പെൺപട്ടികളുടെ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ ആ പെൺപട്ടികൾക്ക് കുറച്ച് ശൗര്യം കൂടുകയും ചെയ്യും. അങ്ങനെ പെൺപട്ടികളെ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എവിടെന്നേലും ഒരു ആൺപട്ടി എവിടത്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് ക്രോസ് ചെയ്താൽ തീർന്നു. ഇവിടെ ഈ വന്ധീകരണം അത്ര സക്സസ്ഫുൾ ആകാത്ത അതുകൊണ്ടാണ്. പെൺപട്ടി അവിടെ നടക്കുമല്ല. അതിന് എവിടെ നിന്നൊക്കെയാണ് പട്ടികൾ ഇറങ്ങി വരുന്നതെന്നോ ക്രോസ് ചെയ്യുന്നതെന്നോ ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പട്ടിയും ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ ഈ പട്ടി അകത്ത് ചാടി കയറും. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വളർത്തു നായ്ക്കളെ എല്ലാവരെയും വന്ധീകരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അത് ചെയ്യും. അതിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് കൃത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അത് മതി. വളരെ നല്ല കാര്യം. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം?